Reflection of light, പ്രകാശത്തിന്റെ പ്രതിപതനം. Light falling on the surface of an object comes back to the same medium. ഒരു പ്രതലത്തിൽ വന്നു വീഴുന്ന പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഈ പ്രതിപതനം ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നടക്കുക. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ OA എന്നുള്ളത് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മിയാണ്. O എന്ന് പറയുന്ന പോയിന്റിൽ വരച്ചിരിക്കുന്ന ലംബമാണ് N, ദാറ്റ് ഇസ് നോർമൽ. OB എന്ന് പറയുന്നത് പ്രതിപതന രശ്മിയാണ്. നോർമലിനും അതായത് ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ I അല്ലെങ്കിൽ പതന കോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നോർമൽ അഥവാ ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ R, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോൺ എന്ന് പറയും. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതന കോണും പ്രതിപതന കോണും ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ചില നിയമങ്ങൾ രൂപീകരിക്കാം. When light is reflected from a smooth surface, the angle of incidence and angle of reflection are equal. The incident ray, reflected ray and normal to the surface are in the same plane. പ്രകാശം ഒരു സ്മൂത്ത് ആയ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇവിടെ പതനരശ്മിയും പ്രതിപതനരശ്മിയും അതുപോലെ ലംബവും ഒരു തലത്തിലായിരിക്കണം. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന നിയമങ്ങൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ടു തരം റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനങ്ങളെ കുറിച്ച് നോക്കാം. One is regular reflection and the other is irregular reflection. Figure 4.2a regular reflection കാണിക്കുന്നു. Figure 4.2b irregular reflection കാണിക്കുന്നു. ഇതിനെ ക്രമത്തിലുള്ള പ്രതിപതനം എന്നും ക്രമരഹിത പ്രതിപതനം എന്നും പറയാം. റെഗുലർ റിഫ്ലക്ഷനിൽ ഒരു മിനുസമുള്ള പ്രതലത്തിൽ വന്നു പതിക്കുന്ന പ്രകാശരശ്മികൾ റിഫ്ലക്ഷന് ശേഷം പാരലായി തിരിച്ചു പോകുന്നു. മാത്രമല്ല അവിടെ ഇമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇറഗുലർ റിഫ്ലക്ഷനിൽ പരുപരുത്ത പ്രതലത്തിൽ വന്നു പതിക്കുന്ന പ്രകാശം റിഫ്ലക്ഷന് ശേഷം ക്രമരഹിതമായി ചിതറിത്തെറിക്കുന്നു. ഇവിടെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഒന്നും ഉണ്ടാവുന്നില്ല. ഇതാണ് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇറഗുലർ റിഫ്ലക്ഷനെ വേണമെങ്കിൽ നമുക്ക് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് പറയാം, വിസരിത പ്രതിപതനം എന്ന് മലയാളത്തിൽ പറയാം. Here light undergoes reflection but no image is formed. In the dust particles of the atmosphere, light undergoes scattered reflection. This is called scattering. അന്തരീക്ഷത്തിലുള്ള ചെറിയ ചെറിയ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശം ക്രമരഹിതമായും അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയാറുണ്ട്. ഇനി ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. How does an image form in a plane mirror? Just see the figure 4.3. ഇവിടെ PQ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലെയിൻ മിറർ. OA, OC എന്നിവ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളാണ്. They are obliquely falling on the mirror. മിററിൽ ചരിഞ്ഞു പതിക്കുന്നു. So we can draw a normal at A which is X and we can draw a normal at C which is Y. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് OA എന്ന് പറയുന്ന പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ റിഫ്ലക്ഷന് ശേഷം B എന്ന് പറയുന്ന പാത്തിലൂടെ കടന്നു പോകുന്നു. അതുപോലെ OC എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി റിഫ്ലക്ഷന് ശേഷം CD എന്ന് പറയുന്ന പാത്തിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ട് രേഖകളും ബാക്കിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ I എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് പോലെ തോന്നും. അവിടെയാണ് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവുന്നത്. ഇവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ അല്ലെങ്കിൽ ഇമേജുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരവും അതുപോലെ ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ദൂരവും ഈക്വലായിരിക്കും. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം റിയൽ ആണോ വിർച്വൽ ആണോ?
ഇവിടെ ഇമേജ് ഉണ്ടാകുന്നതല്ല, ഉണ്ടാകുന്നത് പോലെ തോന്നുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് വിർച്വൽ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ സൈസ് നാം ദർപ്പണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന വസ്തുവിന്റെ അതേ സൈസ് തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the distance from the object to the mirror and the distance from the image to the mirror will be the same. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. The image will be virtual. ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് മിഥ്യയാണ്. The size of the image will be equal to the size of the object. വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും തുല്യമായിരിക്കും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻ മിററുകൾ വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഇമേജുകൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് വ്യത്യസ്തമായ ആംഗിളിൽ ദർപ്പണങ്ങൾ അഥവാ പ്ലെയിൻ മിററുകൾ ക്രമീകരിക്കാവുന്നതാണ്. ഈ ടേബിളും നോക്കൂ. ഇതിൽ ദർപ്പണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ആംഗിളുകൾ കൊടുത്തിരിക്കുന്നു. If we arrange plane mirrors in these angles, we can calculate how many number of images will be formed using the equation n is equal to 360 divided by theta minus 1. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദി പ്ലെയിൻ മിറേഴ്സ് ആണ്. ഉദാഹരണത്തിന് രണ്ട് പ്ലെയിൻ മിററുകൾ 45 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജുകളുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 360 divided by 45 minus 1, it will be equal to 7. If we arrange two plane mirrors at an angle 60 degree, the number of images formed will be equal to 360 divided by 60 minus 1 is equal to 5. And if we arrange two plane mirrors at an angle 90 degree, the number of images formed will be equal to 360 divided by 90 minus 1 is equal to 3. ഇനി രണ്ട് മിററുകൾ 120 ഡിഗ്രി ആംഗിളിൽ വെക്കുകയാണെങ്കിൽ the number of images formed will be equal to 360 divided by 120 minus 1 is equal to 2. ഇനി രണ്ട് പ്ലെയിൻ മിററുകൾ 180 ഡിഗ്രി ആംഗിളിൽ വെച്ചു കഴിഞ്ഞാൽ the number of images formed will be is equal to 360 divided by 180 minus 1 is equal to 1.